നമസ്കാരം. ഈ ആഴ്ചത്തെ വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വിശേഷങ്ങൾ. ഈ വർഷത്തെ ആദ്യത്തെ മോഡൽ എക്സാം എഴുതി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. നാടിന്റെ നായകൻ ജസ്റ്റി ജോസഫിന് ബ്രില്യൻ കുടുംബത്തിന്റെ ആദരവ്. IIT എയിംസ് 2 ഇയർ +2 പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവയിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് നാളെ. മറ്റ് എൻട്രൻസ് പരീക്ഷകൾക്കായുള്ള പുതിയ ബാച്ചുകളും ആരംഭിക്കുന്നു. ബ്രില്യന്റിൽ ജൂനിയർ ഫാക്കൽറ്റി ആവാൻ അവസരം. സ്ക്രീനിംഗ് ടെസ്റ്റ് ഡിസംബർ 14-ന്. നീറ്റ് 2024-ലൂടെ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിലെത്തിയ വിദ്യാർത്ഥികൾ വീണ്ടും ക്യാമ്പസിൽ. മൻ കി ബാത് പ്രോഗ്രാമിലൂടെ അഭിമാനമായി ബ്രില്യന്റിന്റെ അർപ്പിത നായർ. ഓണാവധി ആഘോഷിക്കാൻ വീടുകളിലേക്ക് മടങ്ങിയ റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾ മടങ്ങിയെത്തി. ശേഷം ഈ വർഷത്തെ ആദ്യത്തെ മോഡൽ എക്സാം എഴുതിയ ത്രില്ലിലാണ് വിദ്യാർത്ഥികൾ. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് തിരികെ ബ്രില്യന്റിലേക്ക് എത്തിയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളെ വരവേറ്റത് ഈ വർഷത്തെ ആദ്യത്തെ മോഡൽ എക്സാം ആയിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി സിസ്റ്റമാറ്റിക്കായുള്ള പരിശീലനം നടത്തിവരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആദ്യത്തെ മോഡൽ എക്സാം പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ബ്രില്യന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ മൺഡേയിലും ഓരോരോ എക്സാം ഇടും. എല്ലാ വീക്കിലും ഇടുന്ന എക്സാംസ്. അത് കാരണമാണ് മോഡൽ എക്സാം ഇത്രയും നല്ലതാവാൻ കാരണമായത്. എക്സാം കുഴപ്പമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ടഫ് ടോപ്പിക്. പക്ഷെ കെമിസ്ട്രി ഇന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. മോഡൽ എക്സാം ഫസ്റ്റ് ടൈം എഴുതുമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ബയോളജി കുഴപ്പമില്ലായിരുന്നു. മോഡലായിട്ട് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. എന്നാലും കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ബ്രില്യന്റിനും സ്വന്തം നാടിനുമെല്ലാം അഭിമാനമായി ബ്രില്യന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ജസ്റ്റി ജോസഫ്. ധീരമായ പ്രവൃത്തി ചെയ്ത് മാതൃകയായ ജസ്റ്റി സാറിന്റെ പ്രവൃത്തിയെ ഒരു നാട് മുഴുവൻ ആദരിച്ചു. വിശദാംശങ്ങളുമായി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ബ്രില്യന്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യം നൽകുന്നതിലും ശുഭാപ്തി വിശ്വാസം പകർന്നു നൽകുന്നതിലും മാത്രമല്ല, നാട്ടിലെ അത്ഭുതകരമായ പല ജീവനുകളുടെയും അതിജീവനത്തിന് പിന്നിലും ജസ്റ്റി സാറിന്റെ കരങ്ങളുണ്ട്. ആത്മധൈര്യം കൈവിടാതെ തോട്ടിലെ ചേറ് നിറഞ്ഞ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി ഒരു ജീവൻ തന്റെ കൈകളിൽ ഭദ്രമായി താങ്ങിയെടുത്ത ജസ്റ്റി ജോസഫ് ഇന്ന് നാടിന്റെ അഭിമാനമാണ്. ആർപ്പുക്കര പനമ്പാലത്തിന് സമീപം തോനാഗരി തോട്ടിൽ ജീവന് വേണ്ടി മല്ലിട്ട ഓട്ടോ ഡ്രൈവർ ശ്രീജിത്തിനെയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ജസ്റ്റി ജോസഫ് രക്ഷപ്പെടുത്തിയത്. സെപ്റ്റംബർ 21 രാവിലെ 6:15 സംഭവം. പനമ്പാലത്തിന് സമീപം തൊണ്ണംകുഴി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്ത് മുഖം കഴുകാനാണ് തോട്ടിലിറങ്ങിയത്. ഇതിനിടെ ആഴത്തിൽ ചെളി നിറഞ്ഞ തോട്ടിലെ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. നീന്തലറിയാതെ ശ്രീജിത്ത് കാലുറയ്ക്കാതെ ചെളിയിലേക്ക് താഴ്ന്നു പോകുന്നതിനിടെ അലമുറിയിട്ടത് കേട്ട് സമീപവാസിയായ സിബിച്ചൻ അടുത്ത് താമസിക്കുന്ന ജസ്റ്റി ജോസഫിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുകയും സ്വന്തം ജീവൻ വരെ അപകടത്തിലാവുന്ന സാഹചര്യത്തെ വിസ്മരിച്ചുകൊണ്ട് മറ്റൊരു ജീവനെ രക്ഷിക്കാൻ സമയാതീതമായ ഇടപെടൽ നടത്തി ജസ്റ്റി സാർ ശ്രീജിത്ത് എന്ന ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിച്ചു. ഈ വാർത്തയും അതിനോടൊപ്പം രക്ഷാദൗത്യം നടത്തിയ വീഡിയോയും പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം വൈറലായതോടെ നാടിന്റെ ധീരൻ എന്നുകൂടിയാണ് ജസ്റ്റി സാറിനെ ഇപ്പോൾ വിളിക്കുന്നത്. ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടേഴ്സ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനഭവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റം എന്നിവർ ബ്രില്യന്റ് ഫാമിലിയിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഗോൾഡ് മെഡൽ നൽകി ജസ്റ്റി സാറിനെ ആദരിച്ചു.
രീതിയിൽ അങ്ങ് എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ ചെളിയുണ്ട്, വെള്ളമുണ്ട്. തിരിച്ച് കയറിപ്പോൾ വന്നപ്പോഴാണ് എൻ്റെ റിസ്ക് മനസ്സിലായത്. അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള ആളുകളുടെ മുളയിട്ട് വന്നിട്ടാണ് ഞാൻ കയറി പോകുന്നത്. സ്വന്തം ജീവനെക്കുറിച്ച് ഓർക്കാതെ മറ്റുള്ളവരുടെ ജീവനായി സമയോചിതമായ ഇടപെടൽ നടത്തിയ ഒരുപാട് സംഭവങ്ങൾ ജസ്റ്റിസ് സാറിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ബ്രില്യൻ സ്റ്റഡി സെന്ററിന് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ജസ്റ്റിസ് സാറിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നതും ഓർത്തെടുക്കാൻ സാധിച്ചുവെന്ന് ഡയറക്ടേഴ്സ് വേദിയിൽ പങ്കുവച്ചു. ബ്രില്യന്റിന്റെ IIT എയിംസ് 2-year +2 പ്രോഗ്രാമിലും ഫൗണ്ടേഷൻ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യുന്നതിനായുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നാളെ ഞായറാഴ്ച നടക്കും. കൂടാതെ വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി നിരവധി പ്രോഗ്രാമുകളാണ് ബ്രില്യന്റിൽ ആരംഭിക്കുന്നത്. വിശദാംശങ്ങൾ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2027 +2 പൂർത്തിയാവുമ്പോൾ IIT എയിംസ് ഉൾപ്പെടെയുള്ള പ്രീമിയം ക്യാമ്പസിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നതിനായുള്ള ബ്രില്യന്റിന്റെ ഫേമസ് പ്രോഗ്രാമാണ് IIT എയിംസ് 2-year +2 പ്രോഗ്രാം. അതോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ നീറ്റ്, JEE, ഒളിമ്പ്യാഡ് എന്നിങ്ങനെ വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാൻ അടിത്തറ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമിലും ജോയിൻ ചെയ്യുന്നതിനുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നാളെയാണ് നടക്കുന്നത്. കേരളത്തിലും ബംഗളൂരുവിലും ദുബായിലും ഖത്തറിലുമാണ് സെന്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ കുടുംബത്തിന്റെ ആശംസകളും നേരുകയാണ്. എട്ട്, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്തുന്നതിനും സയൻസ് വിഷയങ്ങളിലെ അഭിരുചി കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് 2024ലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒക്ടോബർ 31 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. 2025 നീറ്റ് എക്സാമിനായി ബ്രില്യന്റിൽ ഏറ്റവും പുതിയ ഓഫ്ലൈൻ, ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഒക്ടോബർ 3 ആരംഭിക്കും. സെപ്റ്റംബർ 25 ആരംഭിച്ച ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് 2025 ആസ്പിരൻസിനായുള്ള ദുബായ് ടെസ്റ്റ് സീരീസിന്റെ അടുത്ത പരീക്ഷ ഒക്ടോബർ 6 നടക്കും. JEE മെയിൻ ആസ്പിരൻസിനായുള്ള 360 ഡിഗ്രി ടെസ്റ്റ് സീരീസിന്റെ അടുത്ത പരീക്ഷ ഒക്ടോബർ 20 നടക്കും. 2025 CUET പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായുള്ള CUET UG പ്രോഗ്രാമിന്റെ ക്ലാസുകൾ സെപ്റ്റംബർ 23 ആരംഭിച്ചു. അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ നമ്പർ 1 എൻട്രൻസ് സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അവസരം തുറന്നിട്ടിരിക്കുകയാണ് ബ്രില്യന്റ്. ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിസംബർ 14 സ്ക്രീനിംഗ് ടെസ്റ്റ് നടക്കും. റിപ്പോർട്ടിലേക്ക്. അധ്യാപന മേഖലയിൽ ഒരു ഉയർന്ന കരിയർ സ്വപ്നം കാണുന്നവർക്കായി ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിലൂടെ അവസരം തുറന്നിടുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ഡിസംബർ 14 നടക്കുന്ന ഓഫ്ലൈൻ എക്സാമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ പിന്നീട് റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഡെമോ ക്ലാസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രില്യൻ പാല.org എന്ന വെബ്സൈറ്റിലൂടെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കി മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഗോവിന്ദ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ മാത്തു എന്നീ വിദ്യാർത്ഥികൾ ക്യാമ്പസിലെത്തി. റിപ്പോർട്ടിലേക്ക്. നീറ്റ് 2024 പരീക്ഷയിൽ 700 മാർക്ക് കരസ്ഥമാക്കി മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഗോവിന്ദ് 691 മാർക്കോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ മാത്തു എന്നീ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ഫേവറേറ്റ് ഇടമായ ബ്രില്യൻ ക്യാമ്പസിലേക്ക് വീണ്ടും എത്തിയത്. ഡയറക്ടർ സ്റ്റീഫൻ ജോസഫിന്റെ നേതൃത്വത്തിൽ മോഡൽ എക്സാം ടോപ്പർമാരെ അനുമോദിച്ച ചടങ്ങിലും ഈ വിദ്യാർത്ഥികൾ ഭാഗമായി. 1ാം വർഷ MBBS ക്ലാസുകൾ ആരംഭിക്കുന്ന തീയതി അടുക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഒരിക്കൽ കൂടി ബ്രില്യന്റിലെത്തി അധ്യാപകരെ കണ്ട് ആശീർവാദം ഏറ്റുവാങ്ങുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ, DD നാഷണൽ, DD ന്യൂസ് എന്നിവയിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഇന്ത്യൻ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ ഈ പ്രോഗ്രാമിൽ ബ്രില്യന്റിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലെ വിദ്യാർത്ഥിനി അർപ്പിത നായരുമായി ബ്രില്യന്റിലെ ടീച്ചേഴ്സ് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. എല്ലാവർക്കും ഈ മൻ കി ബാത്ത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി
മൻ കി ബാത്ത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാവോ? നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയുടെ ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മൻ കി ബാത്ത്. നമ്മളുടെ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിൽ ഇലക്ട്രിക്കൽ ക്വിസ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് സെലക്ട് ആയത്? ആദ്യമായി ഞാൻ സ്കൂൾ ലെവൽ സെലക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് സ്കൂളിൽ ഒരു ക്വിസ് മത്സരം നടത്തും സ്കൂളിലെ കുട്ടികളുമായി വച്ച്. എന്നിട്ട് അതിൽ നിന്ന് ടോപ്പായി വരുന്ന 2 പേരെയാണ് അടുത്ത താലൂക്ക് ലെവലിലേക്ക് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് സെലക്ഷൻ കിട്ടുന്നത്. ആദ്യ ഘട്ടത്തിൽ ഈ ക്വിസ് മത്സരം നടത്തുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു എലക്യൂഷൻ കോമ്പറ്റീഷനും കൂടി ചേർത്താണ് നടത്തുന്നത്. അതിനപ്പുറം നമ്മളുടെ പാർലമെന്റ് പുതിയതും പഴയതുമായ 2 പാർലമെന്റിനകത്ത് കയറുകയും രാജ്യസഭ, ലോക്സഭ എന്നീ സ്ഥലങ്ങളിൽ കയറി സന്ദർശിക്കുകയും ചെയ്തു. നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ സാറാണ് അവിടെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതെന്തുകൊണ്ടും ഒരു വളരെ നല്ലൊരു അനുഭവമായാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അർപ്പിതയ്ക്ക് കൈവരിച്ചിട്ടുള്ളത്. അത് ഒരു എല്ലാ കുട്ടികൾക്കും കിട്ടാത്ത ഒരു അംഗീകാരം തന്നെയാണ്. അതിൽ തീർച്ചയായും ബ്രില്യൻ സ്റ്റഡി സെന്റർ കൂടെ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ അർപ്പിത. Thank you so much. വളരെ നന്ദി. ഈ ആഴ്ചത്തെ വീക്ക്ലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.